നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഓരോ സബ്ജക്റ്റിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ് കണ്ടത്. പിന്നെ നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് ആയിട്ട്. ഇന്നലെ കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സിൽ ഞാൻ സെക്കൻഡ് ക്ലാസ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ആൻസർ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു: പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പിനെ പറയുന്ന പേര്. അത് ഫിഷിംഗ് ആണ് കേട്ടോ. ഞാനത് കമന്റ് പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കണേ. ഫിഷിംഗ് ആണ്. അപ്പൊ നമുക്കിനി കേരള ഭൂമിശാസ്ത്രത്തിലെ PYQs നോക്കാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയും, ഓപ്ഷൻസ് തരും. ആസ് യൂഷ്വൽ നിങ്ങൾ ആൻസർ എഴുതിയിട്ട് ഞാൻ ആൻസർ പറയുമ്പോൾ കറക്റ്റ് ആണോ നോക്കുക. നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനം, ചെന്തുരുണി വന്യജീവി സങ്കേതം, ഇരവികുളം വന്യജീവി സങ്കേതം, ഇരവികുളം വന്യജീവി സങ്കേതം, നെയ്യാറ് ദേശീയോദ്യാനം, നെയ്യാറ് ദേശീയോദ്യാനം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ആൻസർ 1, 4, 3, 4, 1, 2, 2, 3. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനാണോ? ആണ്, പാലക്കാട് ജില്ലയിലെ. ചെന്തുരുണി, നിങ്ങൾ ആൻസർ കൊടുക്കൂട്ടോ. നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കേട്ടാൽ മതിയെ. ചെന്തുരുണി കൊല്ലം ജില്ലയിലെ ഒരു വന്യജീവി സങ്കേതമാണ് അല്ലെ. അപ്പൊ 1, 2 എന്തായാലും ശരിയാണ്. നമ്മളോട് തെറ്റായതാ ചോദിച്ചിരുന്നത്. അപ്പൊ 2 ശരിയെന്ന് അറിയെങ്കിൽ നമുക്ക് 1, 2 ഇല്ലാത്ത ഒരു ആൻസർ ആയിരിക്കും വരേണ്ടത്. 1 ശരിയാണെങ്കിൽ 1 ഉള്ളത് നമ്മൾ കളയും. 2 ശരിയാണെങ്കിൽ 2 ഉള്ളതും കളഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ 3, 4 എന്താണ് തെറ്റാ നമുക്ക് ഇപ്പോഴേ അറിയാം അല്ലെ. ഇരവികുളം വന്യജീവി സങ്കേതമാണോ? അല്ല. ഇരവികുളം ആദ്യത്തെ ദേശീയോദ്യാനാണ്. നെയ്യാർ ദേശീയോദ്യാനാണോ? അല്ല. നെയ്യാറ് വന്യജീവി സങ്കേതമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇരവികുളം ദേശീയോദ്യാനാണ്, സൈലന്റ് വാലി ദേശീയോദ്യാനാണ്. നെയ്യാറും ചെന്തുരുണി വന്യജീവി സങ്കേതങ്ങളാണ്. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗത്ത് നിന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, അക്ഷയ, ചന്ദ്രശങ്കരം. തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? ഈ ഭാഗത്തൊരു ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് റിപ്പീറ്റ് ആയിട്ട്. ഏതാന്ന് പറയാവോ? തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കരം. ആൻസർ കൊടുത്തോ? റൈറ്റ് ആൻസർ പറയട്ടെ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാം. ചന്ദ്ര അല്ലെ, ലക്ഷ. അപ്പൊ ഇവർക്കൊക്കെ എന്തൊക്കെയോ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അക്ഷയിൽ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ തെങ്ങിന്റെ സങ്കരീന അല്ലാത്തത് അക്ഷയാണ് കേട്ടോ. ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. തെങ്ങിന്റെ സങ്കരീന അല്ലാത്തത് ഇതിനകത്ത് അക്ഷയാണ്, അക്ഷയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ പറയും. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു: മണ്ണുത്തിയില് വികസിപ്പിച്ചെടുത്ത പാവലി വിത്തിനത്തിന്റെ പേരെന്താണ്? മണ്ണുത്തിയില് ഒന്ന് ഓർത്ത് വെച്ചോ. പ്രിയങ്കയാണ് മണ്ണുത്തിയില് വികസിപ്പിച്ചെടുത്ത പാവൽ കേട്ടോ, പ്രിയങ്ക. ഓക്കെ, അടുത്ത ചോദ്യ ഭാഗത്ത് വന്നിട്ടുള്ള ഒരെണ്ണോട് പറയാം. താഴെ തന്നിരിക്കുന്നവർ വെണ്ടയുടെ ഇനം ഏത്? വെണ്ടയുടെ ഇനം വെണ്ട. ഉജ്ജ്വല, നീലിമ, മുക്തി, അനാമിക. ഇതിലേതാണ് വെണ്ടയുടെ ഇനം ഏതാണെന്ന് ചോദിച്ചുള്ളത്? വെണ്ടയുടെ ഇനം ഉജ്ജ്വല, നീലിമ, മുക്തി, അനാമിക. ആൻസർ കൊടുത്തോ? വെണ്ട. ആൻസർ പറയട്ടെ. റൈറ്റ് ആൻസർ അനാമികയാണ് കേട്ടോ. അനാമികയാണ് വെണ്ടയുടെ ഇനം. അനാമിക. അപ്പൊ തെങ്ങിന്റെ ഇനങ്ങളുടെ പേര് കിട്ടിയില്ലേ? ചന്ദ്രലക്ഷ, പിന്നെ ഏതാണ്? ലക്ഷഗംഗ, ചന്ദ്രശങ്കരയൊക്കെ തെങ്ങാണ്. പ്രിയങ്ക നമ്മളിപ്പോ തന്നെ പഠിക്കുന്നു, പാവയ്ക്കാണ്. അനാമിക വെണ്ടയാണ് അല്ലെ. അതുപോലെ പയർവർഗത്തില് പെടാത്ത വിത്തിന് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പയർവർഗത്തില് പെടാത്തത് ഞാൻ ഓപ്ഷൻ തരാട്ടോ, നിങ്ങൾ ട്രൈ ചെയ്യാം. ഹരിത, ജ്യോതിക, ലോല, മാലിക. ഇതിൽ പയർവർഗത്തിൽ ഉൾപ്പെടാത്തത് ജ്യോതിക, ലോല, മാലിക. ഇതൊക്കെ പയറാണ്. ഹരിതയാണ് റൈറ്റ് ആൻസർ ഉൾപ്പെടാത്തത് കേട്ടോ. ജ്യോതിക, ലോല, മാലികയൊക്കെ പയറുവർഗത്തിൽ വരുന്നതാണ്. അനാമിക വെണ്ടയാണ്.
അപ്പൊ ഈ ഭാഗത്ത് ഇപ്പൊ പല ചോദ്യങ്ങൾ കണ്ടു, അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നോക്കിയിട്ട് പോകണം. അടുത്ത ചോദ്യം പറയാം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടാത്തതാണ് തട്ടേക്കാട്, ചൂലന്നൂര്, മംഗളവനം, ചിന്നാർ. പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തട്ടേക്കാട്, ചൂലന്നൂര്, മംഗളവനം, ചിന്നാർ. ആൻസർ കൊടുത്തോ? ഏതാണ്? ചിന്നാറാണ്. ചിന്നാർ നമ്മുടെ ദേശീയോദ്യാനങ്ങളിൽ വരുന്നതാണ്. തട്ടേക്കാട്, ചൂലന്നൂര്, മംഗളവനം ഒക്കെ പക്ഷി സങ്കേതമാണ്. മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂര്. ഓക്കെ. മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതാണ്. തട്ടേക്കാടാണ് സലിമലയുടെ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ പക്ഷി വളർത്തൽ കേന്ദ്രം, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇപ്പൊ സങ്കരയിനം വിത്തിനങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആകെ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 934, 914, 941, 931. എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ? ആൻസർ കൊടുത്തോ? പറയട്ടെ. റൈറ്റ് ആൻസർ 941. 14 ജില്ലയല്ലേ, അത് നിങ്ങൾ തിരിച്ചിട്ടേ. 41 ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. 941 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതാ? നമുക്കറിയാം, മംഗളവനം. അപ്പൊ ആ ക്വസ്റ്റ്യൻ വേണ്ട. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്തോ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിൽ? ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻസിൽ എറണാകുളം, തൃശ്ശൂര്, കൊല്ലം, ആലപ്പുഴ. ചേറ്റുവ മത്സ്യബന്ധനം അല്ലെ, മത്സ്യബന്ധന തുറമുഖമാണ്. ഏതെന്നറിയാമോ? ചേറ്റുവ എവിടാന്നറിയാം? എറണാകുളം, തൃശ്ശൂര്, കൊല്ലം, ആലപ്പുഴ. ആൻസർ പറയട്ടെ. തൃശ്ശൂരാണ് റൈറ്റ് ആൻസർ. ചേറ്റുവ എവിടെയുള്ളത്? തൃശ്ശൂരാണ് ചേറ്റുവയുള്ളത്. തൃശ്ശൂര്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസില് ട്രിവാൻഡ്രം, കോഴിക്കോട്, വയനാട്, മലപ്പുറം. എവിടെയാണെന്നറിയോ സ്പൈസസ് റിസർച്ച്? ആൻസർ പറയട്ടെ. റൈറ്റ് ആൻസർ കോഴിക്കോടാണ്. സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. കോഴി മസാല, ആ സ്പൈസസ് ഒക്കെ ഇടുന്ന കണക്ട് ചെയ്യുക. സ്പൈസസും കോഴിയായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. കോഴിക്കോടാണ് കേട്ടോ, കോഴിക്കോട്. അടുത്ത ചോദ്യം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണ ഭാഗീരഥി. ഭാരതപ്പുഴ, പമ്പ, പെരിയാറ്, ചാലിയാറ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണ ഭാഗീരഥി പലവണ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? റൈറ്റ് ആൻസർ പമ്പയാണ്. പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. കേരളത്തിലെ നദികൾ അവരുടെ ഉത്ഭവ സ്ഥാനവും അടിസ്ഥാനമാക്കിയിട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. പമ്പ, പുളിച്ചിമല, ചാലക്കുടി പുഴ, ആനമല, അച്ചൻകോവിലാറ്, പമ്പ നദി. അച്ചൻകോവിലാറ്, പമ്പ നദി. ഇതാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസിൽ 1, 2, 3, 1, 2, 1, 3, 2, 3. ഇതില് നദികളും ഉത്ഭവസ്ഥാനങ്ങളും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം ചോദിച്ചിട്ടുള്ളത്. ഏതാ നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ടുള്ളത്? പമ്പ പുളിച്ചിമലയാണോ? പമ്പ പുളിച്ചിമലയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആൻസർ 1 വരണം. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ 2 കളയാം. പമ്പ പുളിച്ചിമലയാണെങ്കിൽ കൊടുത്തോ നിങ്ങൾ ആൻസർ? പറയട്ടെ. പമ്പ പുളിച്ചിമലയാണ്. അപ്പൊ നമുക്ക് ഇത് കളയാം. ഇനി ഇതിലേതോ ഒന്നാണ്. 1, 3, 1, 3, 1, 2. അച്ചൻകോവിലാറ് പമ്പ നദി കറക്റ്റ് ആണോ? അച്ചൻകോവിലാറ് പമ്പ നദിയാണോ? അച്ചൻകോവിലാറ് പമ്പ നദി എന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഉത്ഭവസ്ഥാനമാണ്. ചാലക്കുടി പുഴ ആനമല എന്നുള്ളത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്, ആനമലയെന്നാണ്. സോ റൈറ്റ് ആൻസർ 1, 2 ആണ് കേട്ടോ. 1, 2 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. പമ്പ പുളിച്ചിമലയും ചാലക്കുടി പുഴ ആനമലയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം. ഞാൻ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ ആൻസർ എഴുതിക്കോ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണെന്നറിയാമോ? ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മലയാണ്. തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മലയാണ്. തെന്മല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം എറണാകുളം, തൃശ്ശൂര്, ട്രിവാൻഡ്രം, പത്തനംതിട്ട. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം ഏതാണ് ആൻസർ? റൈറ്റ് ആൻസർ എറണാകുളമാണ് കേട്ടോ. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം എവിടെയുള്ളത്? എറണാകുളത്താണ് ഉള്ളത് കേട്ടോ. ബ്രഹ്മപുരം എറണാകുളം ജില്ലയിൽ ഡീസൽ വൈദ്യുത നിലയാണ്. കായംകുളം ഉണ്ട്. കായംകുളത്ത്, ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നാഫ്ത ഇന്ധനത്തിലുള്ള താപവൈദ്യുത നിലയാണ്. അതുപോലെ നമ്മുടെ കാസർഗോഡ് ചീമേനി പ്രകൃതിവാതകം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വൈദ്യുത നിലയാണ് കേട്ടോ. കാസർഗോഡ് ചീമേനിയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകമാണ്. കോഴിക്കോട് ഉണ്ട്, ഡീസലാണ് നല്ലളം കേട്ടോ. ചീമേനി എവിടെയാണ്? കാസർഗോഡ്. ചീമേനി കാസർഗോഡ്. പിന്നെ നല്ലളം കോഴിക്കോട്, ബ്രഹ്മപുരം എറണാകുളം, കായംകുളം ആലപ്പുഴ ജില്ല. ഇതില് നാഫ്ത ഉപയോഗിക്കുന്നത് കായംകുളത്ത്, പ്രകൃതിവാതകം ഉപയോഗിക്കുന്നത് ചീമേനിയില്. നല്ലളത്ത് ഡീസലാണ്, ബ്രഹ്മപുരത്തും ഡീസലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം പറയട്ടെ. മലമ്പുഴയിലെ യക്ഷി ആ ശില്പം പണിതത് ആരാണ്? ആൻസർ അറിയാമോ നിങ്ങൾക്ക്? മലമ്പുഴയിലെ യക്ഷി ശില്പം പണിതത്, അതിന്റെ ആൻസർ ആരാണ്? മലമ്പുഴയിലെ യക്ഷിയുടെ ശില്പം കാനായി കുഞ്ഞിരാമനാണ് കേട്ടോ. നമുക്ക് കലാശാസ്ത്രം സംസ്കാരികം നോക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളതിൽ KSEBിയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏത്? KSEBിയുടെ ഉടമസ്ഥതയിൽ കേട്ടോ. ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാറ്, പെരിങ്ങൽകുത്ത്. KSEBിയുടെ ഉടമസ്ഥതയില് ഉള്ളതാണ് കേട്ടോ. ഓപ്ഷനിൽ 3 ഉണ്ട്, പിന്നെ ഇതെല്ലാം ഉണ്ട്. 1, 4, 1, 2, 4. KSEBിയുടെ ഉടമസ്ഥതയില് ഏതായിരിക്കും? ഇതെല്ലാം KSEBിയാണ് കേട്ടോ. റൈറ്റ് ആൻസർ ഇവയെല്ലാമാണ്. ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാറ്, പെരിങ്ങൽകുത്തൊക്കെ KSEBിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ശബരിഗിരിയിലോട്ട് ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെ? പമ്പ, കക്കി, അച്ചൻകോവിലാറ്, ഇടമലയാറ്. ഓപ്ഷൻസിന്റെ അകത്ത് 1, 2, 2, 4, 1, 2, 3, 1, 4. ശബരിഗിരിയിലോട്ടുള്ള ജലം ഏതൊക്കെ നദികളിൽ നിന്നാണെന്ന് ആൻസർ കൊടുത്തോ? റൈറ്റ് ആൻസർ 1ഉം 2ഉം ആണ് കേട്ടോ. പമ്പയും കക്കിയുമാണ് ശബരിഗിരി പദ്ധതിക്ക് ജലം എടുക്കുന്ന. പമ്പ നദിയിലും കക്കി നദിയിലുമാണ്. ഓക്കെ, കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയുടെ പേര് ചോദിച്ചാൽ അറിയാമോ നിങ്ങൾക്ക്? സ്വകാര്യ മേഖലയില് മണിയാറ് കേട്ടോ. മണിയാറ് സ്വകാര്യ മേഖലയിലാണ്. മണിയാറ് പത്തനംതിട്ടയാണ്. പിന്നെ കുത്തുങ്കലുണ്ട് ഇടുക്കിയിലെ, ഇതൊക്കെ സ്വകാര്യ മേഖലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണെന്നറിയോ? ഏറ്റവും വലുത് കല്ലടയാണ് കേട്ടോ. ഏറ്റവും വലുത്. ഏറ്റവും പഴയത് ചോദിച്ചാൽ പീച്ചിയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയാണ്. ജലസേചന പദ്ധതികൾ, ജലവൈദ്യുത പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏത്? ആൻസർ അറിയോ? ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ആൻസർ ആണത്. അറിയില്ലെങ്കിൽ പഠിച്ചോണേ. മൂലമറ്റം. ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റത്താണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ആദ്യത്തെ ജലവൈദ്യുത നിലയം ചോദിച്ചാൽ പള്ളിവാസലാണ്. അപ്പൊ ഒന്നാമത്തേത് ആദ്യത്തെ പള്ളിക്ക് കൊടുത്തു നോക്കുക. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഉള്ളത് പള്ളിവാസലാണ്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഓക്കെ, പിന്നെ ഭൂഗർഭം എന്ന് പറയുമ്പോൾ മൂലമറ്റം ഓർത്തോളണം. അപ്പോ വന്യജീവി സങ്കേതങ്ങള്, ദേശീയോദ്യാനങ്ങള്, നദികള്, പിന്നെ കായലുകള്, ജലസേചന ജലവൈദ്യുത പദ്ധതികള്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു ചോദ്യം കൂടെ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്, HMT ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ്. ഓക്കെ, ഇവിടെ കോട്ടയം, പിന്നെ എറണാകുളം, പിന്നെ ട്രിവാൻഡ്രം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് നമ്മുടെ HMT ഉണ്ട്, HMT ലിമിറ്റഡ്, ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ്. ഇത് 3ആണ് ഉള്ളത്. കോട്ടയം, എറണാകുളം, ട്രിവാൻഡ്രം. ഇതില് ശരിയായ ജോഡിയാണ്. ഓപ്ഷൻസിന്റെ അകത്ത് 1, 3, 1, 2, 3,
2312. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയത്താണോ ആസ്ഥാനം? HMT എറണാകുളമാണോ? HMT കളമശ്ശേരി കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ജില്ലയിലാണ്, എന്റെ ജില്ലയാണ്, എറണാകുളമാണ്. അത് ശരിയാണ്. ഇപ്പൊ രണ്ട് ശരിയെന്ന് മനസ്സിലായ നമുക്ക് ഒരെണ്ണം കളയാം. 123 ഇനി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയാണ് കേട്ടോ. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയത്താണ്. ഓക്കെ, അപ്പോ അതും ശരിയാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് അത്, എന്റെ സ്ഥലത്തിന് അടുത്ത് എറണാകുളം കോട്ടയം ബോർഡറാണ് ഞങ്ങൾ. അപ്പൊ 1, 2 ശരിയാണ് കേട്ടോ. അപ്പൊ മൂന്നാമത്തെ തെറ്റാണ്, ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് ആണ് തെറ്റ്, 1, 2 ആണ് ശരി. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് അമോണിയം സൾഫേറ്റ് നിർമ്മിച്ച ഒരു വ്യവസായ സ്ഥാപനമാണ് FACT. FACT എറണാകുളം ജില്ലയിലാണ് കേട്ടോ. FACT അത് ഓർത്ത് വെച്ചോളണം. ഓക്കെ, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് കളമശ്ശേരിയിലാണ്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ഉദ്യോഗമണ്ഡലിലാണ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ് തിരുവനന്തപുരത്താണ്. ഓക്കെ, അതുപോലെ തടി വ്യവസായത്തിന്റെ പേര് കേട്ട കേരളത്തിലെ സ്ഥലങ്ങളാണ് കല്ലായി, ബേപ്പൂരും. പിന്നെ മലബാർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പാലക്കാട് ജില്ലയിലെ വാളയാറാണ് മലബാർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഇത് നമ്മുടെ വെള്ളൂരാണ് കേട്ടോ. നമ്മുടെ കോട്ടയം ജില്ലയാണ്, വെള്ളൂരാണ് വരുന്നത്. ഓക്കെ, പിന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തിരുവനന്തപുരത്താണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് അത് ട്രിവാൻഡ്രം. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ വ്യവസായ ശാലകൾ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അത് ജില്ല ഏതാണെന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ കേരള ഭൂമിശാസ്ത്രത്തിലെ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ഏരിയാസിനെ ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചതാണ്. ഈ ഏരിയാസിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങള് മാർക്ക് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസും കമന്റ്സും ഒക്കെ അറിയിക്കാം. ഓക്കെ, പിന്നെ PSC എക്സാം ഗൈഡിന്റെ മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും കോഴ്സ് നമുക്ക് റെക്കോർഡ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ വളരെ ചെറിയ ഫീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഒരു 1 വീക്ക് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫീസ് ചേഞ്ച് ചെയ്യും. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമല്ലോ. മാക്സിമം നിങ്ങളുടെ സജഷൻസും കമന്റ്സ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.